Question number 22C. Write a Python program to input a list of n numbers. Calculate and display the average. Also display the cube of each value in the list. So, set of numbers read ചെയ്യുന്ന കുറേ പ്രോഗ്രാംസ് നമ്മൾ ഇതിന് മുൻപ് ചെയ്തിരുന്നു. ആ നമ്പേഴ്സിൽ നിന്ന് ലാർജസ്റ്റും സ്മോളസ്റ്റും ഒക്കെ കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്തെടുത്തിട്ട് ഒരു ഡേറ്റ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യുന്നത് ലിസ്റ്റ് എന്ന ഡാറ്റ സ്ട്രക്ചർ. സോ എങ്ങനെയാണ് ലിസ്റ്റ് എന്ന ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാമെന്നുള്ളത് കൂടെ നമ്മളിതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. സെറ്റ് ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്യാൻ ആദ്യം നമുക്ക് അറിയേണ്ടത് എത്ര നമ്പർ റീഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഇസ് n ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ ലിമിറ്റ്. സോ എത്ര നമ്പർ റീഡ് ചെയ്യണം എന്നുള്ളത് ചെയ്തു. സോ ഇഫ് ഇറ്റ് ഇസ് 4, അതാണ് ഇവിടെ ഞാൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് 4 ആണ്. ദെൻ s ഈക്വൽ ടു 0, അതായത് ആവറേജ് കാണണമെങ്കിൽ എന്താ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ് അല്ലേ ആവറേജ്. സോ ആദ്യം സമ്മ് കാണാനായിട്ട് സം ഇസ് ഈക്വൽ ടു 0 സെറ്റ് ചെയ്തു. ആവറേജ് ഈക്വൽ ടു 0.0, ദറ്റ് ഇസ് പോയിന്റ് വാല്യൂ ആയിട്ട് കിട്ടാനാണ് വേണ്ടിയിട്ടായിരുന്നു അത് സെറ്റ് ചെയ്തത്. ദെൻ ലിസ്റ്റ് 1 ഈക്വൽ ടു എംപ്റ്റി ലിസ്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു n നമ്പേഴ്സ് റീഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അത് ഓരോന്നും ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വരും. ഇനീഷ്യലി ലിസ്റ്റ് എംപ്റ്റി ആണ്. ലിസ്റ്റിലേക്ക് പുതിയ ഐറ്റത്തിനെ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അപ്പെൻഡ്. ലിസ്റ്റ് 1 ഡോട്ട് അപ്പെൻഡ് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിലേക്ക് അത് എൻഡിലോട്ട് അപ്പെൻഡ് ചെയ്യും. എംപ്റ്റി ലിസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റിലേക്ക് വരും. ഓക്കെ, ദെൻ അടുത്ത എലമെൻറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് നമ്പറായിട്ട് വരും. പിന്നെ അടുത്ത എലമെൻറ്റ് എന്ന് പറയുമ്പോൾ തേർഡ് നമ്പറായിട്ട്, അങ്ങനെ അപ്പെൻഡ് ചെയ്ത് വരും. അപ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ ജോയിൻ ചെയ്ത് വരും അറ്റ് ദി എൻഡിലേക്ക്. അതാണ് അപ്പെൻഡിങ്. ക്ലിയർ? അപ്പോൾ നമ്മളൊരു എംപ്റ്റി ലിസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഒരു ഡാറ്റ സ്ട്രക്ചർ, എംപ്റ്റി ഡാറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർ ഐ ഇൻ റേഞ്ച് 0 to n. 0 to n എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. റേഞ്ച് 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 വരെ വരുള്ളൂ. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 4. നമുക്കറിയാം റേഞ്ച് n-1 വരെയാണ് വർക്ക് ചെയ്യുക. സോ 4 നമ്പേഴ്സ് എടുക്കും. 0, 1, 2, 3. ഓക്കെ, ടോട്ടൽ 4 നമ്പേഴ്സേ റീഡ് ചെയ്യേണ്ടുള്ളൂ. 0th ലൊക്കേഷനിൽ ഒരു നമ്പർ, ഫസ്റ്റ് ലൊക്കേഷനിൽ, സെക്കൻഡ് ലൊക്കേഷനിൽ, തേർഡ് ലൊക്കേഷനിൽ. ഇനി എക്സ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദി നമ്പർ. ആദ്യത്തെ നമ്പർ നമ്മൾ റീഡ് ചെയ്തെടുത്തു. ഓക്കെ, റീഡ് ചെയ്തെടുത്തിട്ട് ആ നമ്പറിനെ നമ്മൾ ആ ലിസ്റ്റിലോട്ട് സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ലിസ്റ്റ് 1 ഡോട്ട് അപ്പെൻഡ് ഓഫ് എക്സ്. സോ ലിസ്റ്റിലേക്ക് ആദ്യത്തെ നമ്പർ വന്നു. അപ്പോൾ അത് ഏതോ ഒരു നമ്പർ, ഇപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് 1 ആണ്. അത് 10 ആവാൻ 20 നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ. ആ നമ്പർ ലിസ്റ്റ് 1ലേക്ക് എത്തിച്ചു. ദെൻ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ലിസ്റ്റ് 1 ഓഫ് ഐ. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? ലിസ്റ്റ് 1ൽ വന്ന എലമെൻറ്റ് എന്താണോ, ലിസ്റ്റ് 1 ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? ഇനിഷ്യലി ഐയുടെ വാല്യൂ 0. ഫസ്റ്റ് ഐയിൽ 0 വരും, പിന്നെ 1 വരും, പിന്നെ 2 വരും, പിന്നെ 3 വരും. ഈ റേഞ്ചിൽ കിട്ടുന്ന ലിസ്റ്റിലെ വാല്യൂസ് അല്ലേ വരിക? ഒരു സെറ്റ് ഓഫ് വാല്യൂസ് അവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ലിസ്റ്റ് ഓഫ് 0 ആദ്യം എടുത്തിട്ടുണ്ടാവുമല്ലോ. ലിസ്റ്റ് ഓഫ് 0യിൽ ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ആ നമ്പർ ഉണ്ടായിരിക്കും 1. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ചെയ്തു. എസിനകത്ത് ഇപ്പോൾ 1 ആയി. ദെൻ ഫോർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് ഈ റേഞ്ച് ഓഫ് വാല്യൂസ് തീരുന്നത് വരെ വർക്ക് ചെയ്യും. അടുത്തത് 1, ഐയുടെ വാല്യൂ 1 ആയി. അടുത്ത നമ്പർ റീഡ് ചെയ്തെടുത്തു. റീഡ് ചെയ്തെടുത്ത നമ്പർ എത്രയാണ്? 2 ആയിരുന്നു. ലിസ്റ്റ് 1 ഡോട്ട് അപ്പെൻഡ്, ലിസ്റ്റിലേക്ക് അതിനെ അപ്പെൻഡ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ലിസ്റ്റിൽ 2 ഐറ്റമായി, 1ഉം 2ഉം. ദെൻ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ലിസ്റ്റ് 1 ഓഫ് ഐ. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 ആണ്. ലിസ്റ്റ് 1 ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 ആണ്. അതായത് സെക്കൻഡ് ആയിട്ടാണ്. ദെൻ എസ് ഇസ് ഈക്വൽ ടു ലിസ്റ്റ് 1 എസ് പ്ലസ് എന്ന് പറഞ്ഞു ചെയ്തു. എസ്സിൽ കറൻ്റ്ലി 1 ഉണ്ട്. 1 പ്ലസ് ലിസ്റ്റ് 1 ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് 1 ഓഫ് ഐയിലുള്ള എലമെൻറ്റ് 2 ആണ്. സം ചെയ്തപ്പോൾ സമ്മിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആയി. എത്രയായി അപ്ഡേറ്റ് ചെയ്തു? 1 പ്ലസ് 2 ഇസ് 3 എന്നായി. ഇപ്പോൾ എസ്സിൽ 3 ആയി. പിന്നെ വീണ്ടും ഇതിങ്ങനെ വർക്ക് ചെയ്യും. ആ വർക്കിംഗ് പ്രിൻസിപ്പൾസ് ഇവിടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എന്നിൻ്റെ വാല്യൂ 4, എസ് 0, ആവറേജ് 0.0, ലിസ്റ്റ് എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫോർ ഐ ഇൻ റേഞ്ച് 0 to n. ആദ്യം ഐയിൽ 0 വന്നോളും. കാരണം എത്ര വാല്യൂസ് ആയിരിക്കും വരിക? ഐയിൽ 0, 1, 2, 3, 4 വരില്ല അല്ലേ? 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലൂപ്പില്ല, 4 എന്ന വാല്യൂ കിട്ടില്ല. ഐ ഈക്വൽ ടു 0. ആദ്യം യൂസർ എൻ്റർ ചെയ്തു. എക്സിന് 1 എന്ന് എൻ്റർ ചെയ്തിട്ട് ആ എൻ്റർ ചെയ്തതിൻ്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ലിസ്റ്റിൽ ഇപ്പോൾ ഒരു ഐറ്റമായി. ലിസ്റ്റ് ഈക്വൽ ടു ഒരു ഐറ്റം വന്നു. ദെൻ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ലിസ്റ്റ് 1 ഓഫ് 0. ലിസ്റ്റ് 1 ഓഫ് 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? നമ്മൾ എൻ്റർ ചെയ്ത ഫസ്റ്റ് നമ്പർ ദാറ്റ് ഇസ് 1 കിട്ടി. ദെൻ ഐ ഈക്വൽ ടു 2, 1 ആയി. അടുത്ത എലമെൻറ്റ് റേഞ്ച് 0 എന്നില്ലേ, അടുത്ത എലമെൻറ്റ് എടുത്തു ചെയ്തു. എസ്സിൽ എത്ര കിട്ടി? 6 വരെ ആയി. ഓക്കെ, ഇതിൽ എസ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് ലിസ്റ്റ് 1 ഓഫ് 2 ഈക്വൽ ടു 6. അതായത് മൂന്നാമത്തെ നമ്മൾ ഐയുടെ വാല്യൂ 2 ആയി. പിന്നെ ഐയുടെ വാല്യൂ 3 ആവും. 3 ആവുമ്പോൾ അടുത്ത നമ്പർ എൻ്റർ ചെയ്തത് 4 ആയിരുന്നു. ലിസ്റ്റ് 1 ഡോട്ട് അപ്പെൻഡ് അത് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ആയി? 1, 2, 3, 4, 4 എലമെൻറ്റ്സ് എൻ്റർ ചെയ്തു.
അതിനുശേഷം s is equal to currently last s ൽ വന്ന വാല്യൂ 6 ആയിരുന്നു 6 പ്ലസ് ലിസ്റ്റ് 1 ഓഫ് 3 ചെയ്തു. സോ ലിസ്റ്റ് 1 ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 4 6 പ്ലസ് 4 ഇസ് 10. ദെൻ i ഈക്വൽ ടു 4 എന്നുള്ളൊരു കാര്യം അവിടെ വരില്ല. റീസൺ എന്താ? റേഞ്ച് 0 to n-1 ആണ്. അപ്പോൾ ഇത് വരില്ല ബിക്കോസ് 0 to n-1 ആണ്, 0 to 3 ഉള്ളൂ. അപ്പോൾ ആ ഫോർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും. ഫോർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് ആവറേജ് ഈക്വൽ ടു എസ് ബൈ എൻ. അപ്പോൾ എസ്സിൽ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? എസ്സിൽ 10 ഉണ്ട്. ആ ആവറേജ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 4. ആവറേജ് എങ്ങനെയാണ് കാണേണ്ടത്? സം ഡിവൈഡഡ് ബൈ എൻ. 10 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 2. ആക്ച്വലി പോയിന്റ് വാല്യൂ വരാത്തതിൻ്റെ റീസൺ ഇവിടെ 10ഉം 4ഉം ഇൻറ്റീജറായി കൊടുത്തത് കൊണ്ടാണ്. നമ്മളത് 10.0 ഇതൊക്കെ ഒന്ന് 0 ആയിരുന്നെങ്കിൽ കറക്റ്റാവും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു പോവാം. അത് കറക്റ്റ് ചെയ്യണം. ഇതിനകത്ത് ഡാറ്റ ടൈപ്പിലുള്ളൊരു ചെറിയ ചേഞ്ച് ആട്ടോ. ഇത് ഇൻറ്റീജർ ഡിവിഷനാണ് ഇവിടെ നടക്കുക. ബിക്കോസ് 2 ഇൻറ്റീജറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും ഒരു ഇൻറ്റീജർ ആയിരിക്കും. 4 നം ഇൻ ഇതായി. ഇനി അതിനുശേഷം നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പിന്നൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താ? ക്യൂബ് കൂടെ കാണണം. അപ്പോൾ ആവറേജ് സമ്മസ് പ്രിൻറ്റ് ചെയ്തു. സമ്മ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, വെറുതെ സമ്മസ് എന്ന് പറഞ്ഞാൽ സമ്മ നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. ആവറേജ് പ്രിൻറ്റ് ചെയ്തു. AVGക്കകത്ത് ആവറേജ് കിട്ടിയില്ല, പ്രിൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 4 നം ഇൻ ലിസ്റ്റ് 1. ഓക്കെ, ലിസ്റ്റ് 1ലുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് 1ൽ എല്ലാ നമ്പേഴ്സും എത്തിയല്ലോ. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ഫോർ ലൂപ്പ് എക്സിറ്റ് ആകുമ്പോഴേക്കും ലിസ്റ്റ് 1ലേക്ക് ടോട്ടൽ എത്ര എലമെൻറ്റ്സ് എത്തിയിട്ടുണ്ട്? 4 എലമെൻറ്റ്സ്. ഏതൊക്കെയാണ്? 1 2 3 ആൻഡ് 4. ഓക്കെ, സോ അപ്പോൾ ഓരോ എലമെൻ്റായിട്ട് എടുക്കുക. അതാണ് ഇന്ന ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഈ ലിസ്റ്റിനകത്തുള്ള ഓരോന്നായിട്ട് റീഡ് ചെയ്യും. ഫസ്റ്റ് നമ്മിൽ എന്ത് വന്നോളും? ഫസ്റ്റ് നമ്പർ ദാറ്റ് ഇസ് 1 എന്നത് വരും. അപ്പോൾ ക്യൂബ് ഓഫ് ഔട്ട്പുട്ടിൽ എങ്ങനെയായിരിക്കും പ്രിൻറ്റ് ചെയ്യുക? ക്യൂബ് ഓഫ് 1 നം 1 ഈസ് നം എക്സ്പോണൻറ്റ് 3 ദാറ്റ് ഇസ് നം പവർ ഓഫ് 3 ആണ് ചെയ്യുന്നത്. n ക്യൂബ് ചെയ്യും. അപ്പോൾ 1 ക്യൂബിൻ്റെ ആൻസർ വരും. then 2 ക്യൂബ് ഓഫ് 2 ഈസ് 2 ക്യൂബിൻ്റെ ആൻസർ വരും. അങ്ങനെയാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത്. കണ്ടോ? സമ്മ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സം ഇസ് 10, ആവറേജ് ഇസ് 2, ക്യൂബ് ഓഫ് 1 ഇസ് 1, ക്യൂബ് ഓഫ് 2 ഇസ് 8, ക്യൂബ് ഓഫ് 3 ഇസ് 27, ക്യൂബ് ഓഫ് 4 ഇസ് 64. ക്ലിയർ? അപ്പോൾ ലിസ്റ്റ് യൂസ് ചെയ്താൽ കുറച്ചുകൂടി സിമ്പിളാണ്. ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ പക്ഷേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് ഒന്ന് പഠിച്ചു വയ്ക്കണം. അപ്പൻഡ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാതെ വെറുതെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാം. ക്ലിയർ? Question number 23. Write a Python program to create a dictionary of roll numbers and names of 5 students. Display the contents of dictionary in alphabetical order of names. ഡിക്ഷണറി എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഡിക്ഷണറി പറഞ്ഞാൽ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും അവിടെ ഡാറ്റാസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ ഇൻഡെക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കീ ആയിരിക്കും. നമ്മൾ പൊസിഷൻ 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ എന്നുള്ള ഇൻഡെക്സിന് പകരം ഇവിടെ ഒരു കീ ആയിരിക്കും ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു സ്ട്രിങ് ആയിരിക്കും യൂസ് ചെയ്യുക. ആദ്യം നമുക്കൊരു എസ് ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ടൊരു എംപ്റ്റി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ആ ഡിക്ഷണറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? റോൾ നമ്പറും നെയിം ഓഫ് സ്റ്റുഡൻറ്റും ഒക്കെ ഒരു 5 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യാൻ പോവുകയാണ്. സോ എൻ്റർ ദ ലിമിറ്റ്. എത്ര സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ എത്ര എലമെൻറ്റ്സ് ആണ് ആ ഡിക്ഷണറിയിൽ എൻ്റർ ചെയ്യാൻ പോകുന്നത്, അതാണ് n. for I in range 0 to n. അതായത് നമുക്ക് ടോട്ടൽ 5 എലമെൻറ്റ്സ് ആണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഐ മീൻ റേഞ്ച് കേട്ടോ, അത്രയും. അത് നിങ്ങൾക്ക് 1 to n+1 കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും. ജസ്റ്റ് നമുക്ക് ഈ ലൂപ്പിൻ്റെ കേസിലാണ് ഇവിടെ റേഞ്ച് യൂസ് ചെയ്യണത്. കീ ഈക്വൽ ടു റോ ഇൻപുട്ട് എൻ്റർ സ്റ്റുഡൻറ്റ് നെയിം. ഞാൻ ഇൻപുട്ടും റോ ഇൻപുട്ടും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞിരുന്നു. റോ ഇൻപുട്ട് സ്ട്രിങ്സ് റീഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ റോ ഇൻപുട്ടാണ്. റോ ഇൻപുട്ട് ആണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് സ്ട്രിങ് ഹാൻഡ്ലിങ് ചെയ്യാൻ നമുക്ക് സ്റ്റെപ്സിലൊന്നും ഒരു പ്രോബ്ലം വരാറില്ല. ഓക്കെ, സോ കീ ഈക്വൽ ടു റോ ഇൻപുട്ട് എൻ്റർ സ്റ്റുഡൻറ്റ് നെയിം. സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് റീഡ് ചെയ്യുന്നു, കീയിലേക്ക് അത് വന്നു. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം. ദെൻ എസ് ഡിക്ഷണറി ഓഫ് കീ. നമ്മൾ ഓഫ് ദാറ്റ് 0 എന്ന് പറഞ്ഞാൽ കൊടുക്കില്ലേ, 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ എന്ന് കൊടുക്കുന്നത് പോലെ നമ്മളിവിടെ ഡിക്ഷണറിയുടെ കേസിൽ ആ കീ ആണ് കൊടുക്കുക. ഡിക്ഷണറി ഓഫ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്തായിരുന്നു വന്നത്, അത് ഈക്വൽ ടു ആ കുട്ടിയുടെ റോൾ നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു. ഇൻപുട്ട് എൻ്റർ യുവർ റോൾ നമ്പർ. സോ എൻ്റർ ചെയ്തു.
സോ ആ കീയിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഒരാളുടെ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റോൾ നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ലിസ്റ്റിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ആ പൊസിഷൻ ഓർത്ത് വെക്കണമായിരുന്നു. റോൾ നമ്പർ 1 0th പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു, റോൾ നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് സം പൊസിഷൻ നമ്പർ നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ അത് നമുക്ക് ആ നെയിം യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നെയിമും കീ വാല്യൂ പെയർ ആയിട്ട്, അതൊക്കെ ഡിക്ഷണറിയുടെ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 5 സ്റ്റുഡൻസിൻ്റെ 5 കീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് സ്റ്റുഡൻറ്റ് നെയിംസ് ആണ് അവിടെ നമ്മൾ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ നെയിമിന് കറസ്പോണ്ടിങ് കീ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആദ്യം 0 ആകുമ്പോൾ 1 റീഡ് ചെയ്യും, 1 ആകുമ്പോൾ 3, 2 ആകുമ്പോൾ 3 ആകുമ്പോൾ ആൻഡ് 4. ഓക്കെ, അത് റീഡ് ചെയ്ത് കഴിയും. അതിനുശേഷം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിസ്പ്ലേ ദ കണ്ടൻസ് ഓഫ് ഡിക്ഷണറി ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് നെയിംസ്. നെയിംസിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം നമ്മളതിനെ പ്രിൻറ്റ് ചെയ്യാൻ. വെറുതെ ഡിക്ഷണറി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്ത ഓർഡറിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത് അല്ലേ. അതല്ലാതെ നമുക്കതിനെ സോർട്ട് ചെയ്തിട്ട് എന്തിൻ്റെ പേരിലാണ് എങ്ങനെയാണ് സോർട്ട് ചെയ്യേണ്ടത്, നെയിംസിൽ അക്കോർഡിംഗ് ടു നെയിംസ്. സോ ഓൾറെഡി നമ്മൾ നെയിംസ് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ നെയിംസിനെ നമുക്ക് സോർട്ട് ചെയ്യണം. ഡയറക്റ്റ് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം നെയിംസിനെ എല്ലാത്തിനെയും കൂടിയിട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് നെയിംസ് നമുക്ക് അവിടെ കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ സോർട്ട് ചെയ്യും. നെയിംസിനെ അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാം. ക്ലിയർ? ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കണ്ടോ, നെയിംസ് ഈക്വൽ ടു എസ് ഡിക്ഷണറി, അതായത് ഡിക്ഷണറിയുടെ നെയിം ഡോട്ട് കീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ കീസും ഈ നെയിംസിലേക്ക് വരും. ഓക്കെ, അപ്പം നെയിംസിനകത്ത് ടോട്ടൽ എത്ര വാല്യൂസ് വന്നിട്ടുണ്ടായിരിക്കും? 5 വാല്യൂസ് ഉണ്ടായിരിക്കും, 5 നെയിംസ് ഉണ്ടായിരിക്കും. ദെൻ നെയിംസ് ഡോട്ട് സോർട്ട് യൂസ് ചെയ്തിട്ട്, സോർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ നമുക്ക് സോർട്ട് ചെയ്യാം. ക്ലിയർ ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർ ഐ ഇൻ നെയിംസ്. ഈ നെയിംസിനകത്ത് അത്രയും നെയിംസ് വന്നിട്ടുണ്ടാവും അല്ലേ. ഒരു സെറ്റ് ഓഫ് നെയിംസ് ഇതിനകത്തേക്ക്, ഇപ്പോൾ ലിസ്റ്റ് പോലെ അതിനകത്തേക്ക് വന്നു, കുറേ നെയിംസ് ഉണ്ടാവും. അല്ല, ഓരോ നെയിമായിട്ട് എടുക്കും. പ്രിൻറ്റ് ഐ എസ് ഡിക്ഷണറി ഓഫ് ഐ, ദാറ്റ് ഇസ് പ്രിൻറ്റ് ഐ എന്ന് പറയുമ്പോൾ ആ നെയിം പ്രിൻറ്റ് ചെയ്യും, ഐത്ത് വാല്യൂയിൽ നെയിം പ്രിൻറ്റ് ചെയ്യും. ദെൻ എസ് ഡിക്ഷണറി ഓഫ് ഐ എന്ന് പറയുമ്പോൾ എസ് ഡിക്ഷണറി ഓഫ് ആ നെയിം, അതിനകത്ത് വരുന്ന വാല്യൂ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ആ വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൽ നമ്മൾ ലിമിറ്റ് 5 n 5 ആണ്. യൂസർ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു നെയിം എൻ്റർ ചെയ്തു, കീ എൻ്റർ ചെയ്തു. ഇപ്പോൾ വേരിയബിൾ നെയിം ആട്ടോ, ശില്പ. അതിപ്പോൾ എവിടെ എത്തി, കീ ആയിട്ട് എത്തി, ഡിക്ഷണറി ഓഫ് കീ. അതായത് ഡിക്ഷണറിയിലെ കീ വാല്യൂ ശില്പയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യണം, ആ കുട്ടി ശില്പയുടെ റോൾ നമ്പർ സ്റ്റോർ ചെയ്യണം. ഇൻപുട്ട് എൻ്റർ റോൾ നമ്പർ, റോൾ നമ്പർ എത്രയാണ്, 45 എൻ്റർ ചെയ്തു. സോ അത് അവിടെ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഡിക്ഷണറിയിൽ ഒരു ഐറ്റം ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ആ ഐറ്റമാണ് ശില്പ ഫുൾ കോളൻ 45. ഓക്കെ, ഇനി വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യും. അടുത്ത ഐറ്റം, അടുത്ത റോൾ നമ്പർ മിസ് ചെയ്ത നെയിം റീഡ് ചെയ്തെടുത്തു, കീ. ദെൻ ആ കീയിൽ റോൾ നമ്പർ സെറ്റ് ചെയ്യണം, റോൾ നമ്പർ 26 എന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ 2 ഐറ്റമായി. ഇപ്പോൾ നമ്മുടെ ഡിക്ഷണറിൽ 2 ഐറ്റമായി. ശില്പ 45 ഫസ്റ്റ് ഐറ്റം, മുഫീദ 26 സെക്കൻഡ് ഐറ്റം. കീ വാല്യൂ പെയർ. സോ 2 പെയറായിട്ടോ, ശില്പ 45 ഫസ്റ്റ് വൺ, മുഫീദ 26, ദെൻ തേർഡ് വൺ അനസ് 6, ദെൻ നിതിൻ 31, ഹൈദർ 40. അങ്ങനെ നമ്മൾ 5 പെയർസ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം ലൂപ്പ് 5 ടൈംസ് വർക്ക് ചെയ്യുന്നില്ലേ, n വരെ കൊടുത്തിട്ടുണ്ട്. 0 സ്റ്റാർട്ട് ചെയ്തു, n പറയുമ്പോൾ n-1 വരെ വർക്ക് ചെയ്യും. 0 1 2 3 ആൻഡ് 4 ടൈംസ് ഇത് വർക്ക് ചെയ്യും. 4 ടൈംസ് കീയും റീഡ് ചെയ്യുന്നുണ്ട്, ആ കീയിലേക്ക് കറസ്പോണ്ടിങ് റോൾ നമ്പറും റീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 പെയർസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ നെയിംസ് ഈക്വൽ ടു എസ് ഡിക്ഷണറി ഡോട്ട് കീസ്. അപ്പോൾ ഡിക്ഷണറി സെറ്റ് ആയി കഴിഞ്ഞു. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ഡിക്ഷണറി സെറ്റ് ആയി കഴിഞ്ഞു. ദെൻ ആ ഡിക്ഷണറിയിലെ ഡോട്ട് കീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ കറൻ്റ്ലി എന്തൊക്കെ കീസ് ഉണ്ടോ ആ കീസിനെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരും. സോ ആ ലിസ്റ്റ് എന്താ നെയിംസ് എന്ന് പറയുന്നതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ പുതിയൊരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നെയിംസ്. ഇനി അതിനകത്ത് നെയിംസ് മാത്രമേ ഉള്ളൂ കേട്ടോ, കീസ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ദെൻ നെയിംസ് ഡോട്ട് സോർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോർട്ട് ചെയ്യും. ദാറ്റ് ഇസ് നെയിമിനെ സോർട്ട് ചെയ്തു. കറക്റ്റ് നമ്മൾ എൻ്റർ ചെയ്തത് എന്ത് ഓർഡറിലോ ആയിക്കോട്ടെ, ബട്ട് നെയിം ഡിക്ഷണറിയിലുള്ളതും ഏത് ഓർഡറിലോ ആയിക്കോട്ടെ,
ബട്ട് സോർട്ട് ചെയ്ത് നെയിംസിന് മാത്രമാണ് നമ്മളിപ്പോൾ നെയിംസും ഡിക്ഷണറിയും തമ്മിലൊരു ബന്ധമില്ല കേട്ടോ. ആ നെയിംസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് കീസിനെല്ലാം കൂടെ കൊണ്ടുവന്നു. സോ കീസിൻ്റെ ഒരു ലിസ്റ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിനെ സോർട്ട് ചെയ്തു. ഇനി ഫോർ ഐ ഇൻ നെയിംസ്, നെയിംസിനകത്ത് ലിസ്റ്റ് ഓഫ് നെയിംസ് ഉണ്ട്. ഏതൊക്കെയാ? ശില്പ, മുഫീദ, അനസ്, നിതിൻ, ഹൈദർ. അതെന്ത് ഓർഡറിലുണ്ടായിരിക്കും? സോർട്ടഡ് ഓർഡറിൽ. ബിക്കോസ് നെയിംസ് ഡോട്ട് സോർട്ടിന് ശേഷമാണ് നെയിംസിനെ പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ നെയിംസ് സോർട്ടായി കഴിഞ്ഞു. ഇനി അതിലപ്പോൾ ഫസ്റ്റ് നെയിം ആരുടെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? അനസ് എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. റീസൺ സോർട്ടഡിൽ ഫസ്റ്റ് നെയിം അനസ് ആണ്. അനസ് വന്നു. പ്രിൻറ്റ് ഐ അനസ് കോമ എസ് ഡിക്ഷണറി ഓഫ് ഐ. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാ? അനസ്. എക്സ് ഡിക്ഷണറി ഓഫ് അനസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്യും. വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 6. അത് ഡിക്ഷണറിയിനകത്ത് ഉണ്ടല്ലോ. ഡിക്ഷണറി ഓഫ് ഐ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അനസ് 6. ലൂപ്പ് എല്ലാ നെയിംസ് ഓരോ നെയിംസ് ആയിട്ട് എടുക്കുന്നു. അതിൻ്റെ കീ എസ് ഡിക്ഷണറി ഓഫ് കീ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഹൈദർ 14, മുഫീദ 26, നിതിൻ 31, ശില്പ 45. ക്ലിയർ? ആണ് ഡിക്ഷണറി യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം.